ഉപജീവനത്തിനായുള്ള പ്രവാസത്തിൽ മലബാറുകാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വിദേശ രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. റിയാദിലേക്കുള്ള ഏക വിമാനവും റദ്ദാക്കിയാണ് മലബാറുകാരോടുള്ള അവഗണനയ്ക്ക് എയർ ഇന്ത്യ അടിവരയിട്ടത്. മലബാറിലെ സൗദി യാത്രക്കാരുടെ യാത്രാ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ എയർ ഇന്ത്യയെ സമീപിച്ചത്. മറുപടി ലളിതമായിരുന്നു. റിയാദിലേക്കും ദമാമിലേക്കും ഉണ്ടായിരുന്ന സർവീസുകൾ നിർത്തി. അവശേഷിച്ച ജിദ്ദ വിമാനത്തിന്റെ കാര്യം ഇങ്ങനെ. 2 മാസം മുമ്പ് 10,000-ൽ താഴെയുണ്ടായിരുന്ന ടിക്കറ്റ് നിരക്കാണ് ഇപ്പോൾ 17,000 കടന്നിരിക്കുന്നത്. ഉംറ സീസൺ ആയതിനാൽ ടിക്കറ്റുകൾ ലഭ്യവുമല്ല. കരിപ്പൂരിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ടുള്ള അവശേഷിച്ച സർവീസായ സൗദി എയർലൈൻസിലും സ്ഥിതി വ്യത്യസ്തമല്ല. എത്ര രൂപ വരും ടിക്കറ്റിന്? പ്രതിവർഷം മലബാറിൽ നിന്ന് 2.5 ലക്ഷത്തിലേറെ പേർ സൗദിയിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് മതിയായ വിമാന സൗകര്യങ്ങളില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ദിവസങ്ങളെടുത്ത് കണക്ഷൻ വിമാനങ്ങളെ ആശ്രയിച്ചാണ് പ്രവാസികളുടെ യാത്ര. ഞങ്ങൾ ഇന്നലെ സൗദി അറേബ്യയിൽ നിന്ന് പുറപ്പെട്ടാണ് ബോംബെയിൽ വന്നിട്ട് ഇന്നലെ രാത്രി വന്നിട്ട് ഇത്രയും നേരം അവിടെ ബോംബെ എയർപോർട്ടിൽ വന്ന് കിടക്കുകയായിരുന്നു. വിമാനം റദ്ദാക്കലുകളിലൂടെ യാത്രക്കാരോടുള്ള പ്രതിബദ്ധതയില്ലായ്മ എയർ ഇന്ത്യ ആവർത്തിച്ച് തെളിയിക്കുമ്പോൾ എയർ കേരള പോലുള്ള സംരംഭങ്ങളില്ലാതെ മലബാറിലെ സൗദി യാത്രികരുടെ ദുരിതം തീരില്ലെന്ന് തന്നെയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായം. കേന്ദ്ര ഗവൺമെന്റ് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ഈ കാര്യത്തിൽ വ്യക്തമായി ഇടപെട്ടുകൊണ്ട് എയർ ഇന്ത്യയോടുള്ള പ്രീണനം അവിടെ ഒഴിവാക്കുക. എയർ കേരള വന്നോട്ടെ, കൊച്ചിൻ എയർപോർട്ട് വിജയിച്ച പോലെ എയർ കേരള വിജയിക്കുകയാണെങ്കിൽ വിജയിച്ചോട്ടെ. റദ്ദാക്കിയ സർവീസുകൾ പുനഃസ്ഥാപിച്ചും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയും യാത്രാക്ലേശം ഉടൻ പരിഹരിക്കണമെന്നാണ് മലബാറിലെ സൗദി യാത്രികരുടെ ആവശ്യം. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷിജു പട്ടുവത്തിനൊപ്പം വി ഷബ്ന, ഇന്ത്യ വിഷൻ.